സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ RSS കേന്ദ്രം. CPM-ലും LDF-ലും ഏകോപനമില്ല. RSS ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പരസ്പര വിരുദ്ധ അഭിപ്രായങ്ങൾ. നിലമ്പൂരിലേത് സർക്കാരില്ലായ്മയ്ക്കെതിരായ വിധിയെഴുത്തായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ലും LDF-ലും യാതൊരു തരത്തിലുള്ള ഏകോപനമില്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേറെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ച എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67-ൽ ബന്ധമുണ്ടായിരുന്നു. 89-ൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMS-ഉം ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89-ൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? അതെങ്ങനെ 89-ൽ ജനതാ പാർട്ടി അല്ലല്ലോ. 80-ൽ BJP ഉണ്ടായി, 89-ൽ BJP ആണ്. BJP 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. CPM-ലും LDF-ലും ഒരു ഏകോപനവുമില്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞതിന് വിരുദ്ധമായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. ഇത് രണ്ടുമല്ലാത്ത അഭിപ്രായമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. MV ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67-ലും 89-ലും ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോയും ഹാജരാക്കി. ഒരു ബന്ധവുമില്ലെങ്കിൽ EMS-ഉം ജ്യോതി ബസവും LK അദ്വാനിയും വാജ്പേയിയും രാജീവ് ഗാന്ധിക്കെതിരെ 89-ൽ എന്തിനാണ് പ്രചരണം നടത്തിയത്? 89-ൽ ജനതാ പാർട്ടിയല്ല BJP-യാണ്. 84-ൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കുവാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറിയായിരുന്ന സുന്ദരയ്യ രാജിവച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫോഴ്സുമായ RSS-ഉമായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ BJP-യുമായി കൂട്ടുകൂടിയത് ഒടുക്കത്തെ പോക്കാണെന്നാണ് മോഹിത് സെൻ പറഞ്ഞത്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത പാർട്ടികളായി CPI-യും CPM-ഉം മാറി. ഇപ്പോഴും RSS ബന്ധം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് EP ജയരാജനും കേന്ദ്രമന്ത്രിയും BJP നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി ഒന്നിച്ച് ബിസിനസ് നടത്തിയത്. പഴയ CPM ആണെങ്കിൽ ഇത് നടക്കുമോ? പ്രകാശ് ജാവേദ്കർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് കാണാനെത്തിയെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഹൈവേ മുഴുവൻ പൊളിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരു പരാതിയുമില്ലെന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി നിതിൻ ഗഡ്കരിയെ കാണുവാൻ പോയത്. ഹൈവേ തകർന്നതിനാണോ പൊന്നാട നൽകിയത്? ഡൽഹിയിലെ യജമാനന്മാരെ ഇവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ നരേറ്റീവ് പിണറായിയും CPM-ഉം ആവർത്തിച്ചത്. തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. NDA മുന്നണിയിലുള്ള ദേവഗൌഡയുടെ പാർട്ടി ഇപ്പോഴും LDF മുന്നണിയിൽ ഉണ്ടല്ലോ. ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ പുറത്താക്കുവാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? നാഗ്പൂരിലെ RSS കേന്ദ്രമാണ് കേരളത്തിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുവിൽ അഭിമുഖം നൽകി ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിച്ചത്. ഇതിനെയെല്ലാം മറികടന്ന് ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൌക്കത്ത് വിജയിക്കും. 15,000 വോട്ടിന് മീതെയുള്ള ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൌക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും. സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF-നെ ബാധിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. SS Gold, pure gold. SS Group, നിലമ്പൂർ.